ഹായ് ഗൈസ്, നമ്മളൊരു ഫാമിലി റോഡ് ട്രിപ്പിന് പോവാണ്. കാസർഗോഡ് ടു തിരുവനന്തപുരം. നമ്മൾ പോകുന്നുള്ളത് നമ്മൾ MG വിൻസറിലാണ്, ഇലക്ട്രിക് വണ്ടിയിലാണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് വണ്ടിയിൽ നമ്മളൊരു ലോങ് ജേണി പോകുന്ന സമയത്തുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ വേണം അല്ലേ. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് നമ്മൾ സ്ഥിരം എവിടെയെങ്കിലും പോകുന്ന സമയത്ത് വരാറുള്ള കൂട്ടിക്കുളം മക്കാമിലാണ്. ഇവിടുന്നാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് ഫാമിലിനെയും ഉമ്മാനെയും എല്ലാവരും പോയിട്ട് കൂട്ടിയിട്ട് കൊണ്ടുവരാനുണ്ട്. അതെ, ഓരെല്ലാം കൂട്ടിയിട്ട് നമുക്ക് നേരെ എന്ത് ചെയ്യാൻ വിടാം. യാത്ര ഇന്നത്തെ പോക്ക് എറണാകുളം വരെയാണ് അല്ലേ. ആദ്യത്തെ പ്ലാൻ ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റോപ്പ് കോഴിക്കോടാണ്. അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും കണ്ടിന്യൂ ചെയ്യാമെന്നാണ് അല്ലേ. ഇല്ലെങ്കിൽ ഒരു ഐഡിയ ഉണ്ട്, നമുക്ക് സ്റ്റേ ചെയ്യേണ്ടി വരും ചിലപ്പോൾ കോഴിക്കോട്. അത് നടക്കില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയൊരു യാത്രാ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ ഗൈസ്, ഇങ്ങനെ ഞങ്ങൾ മക്കാമിലേക്ക് പോകുന്നുണ്ട്. നമ്മൾ ട്രിപ്പ് എവിടെയും പോകുന്നുണ്ടെങ്കിൽ ആദ്യം ഇവിടെ കയറിയിട്ടേ പോകും, ഇല്ലെങ്കിൽ ഒരു സമാധാനമില്ല. അതെ, നമ്മൾ ഇവിടെ പോകുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ആയിരുന്നിട്ടല്ലോ പോലെ. ഇപ്പോൾ കുറേ ദിവസമായി വന്നിട്ട്. അസ്സലാമു അലൈക്കും ഗൈസ്, ഞങ്ങൾ ദ്വായിരുന്നു. യാത്രയിലെല്ലാം നല്ല ഭംഗിയായി, യാത്രയെല്ലാം ഉഷാറായി നടക്കാൻ വേണ്ടിയിട്ടുള്ള ദ്വായിരുന്നു. നല്ല അടിപൊളി ഏരിയ ആണ്. ഇവിടെ എപ്പോൾ വന്നാലും നമ്മൾ പറയലുണ്ട്, കടലും പ്രകൃതിയെല്ലാം നല്ല അടിപൊളിയുണ്ട്. ഇപ്പോൾ മഴ മൂടം പിടിച്ചുകൊണ്ട് കുറച്ചൊരു വെയിലുള്ള കുറവുണ്ട്. സമയം ഇപ്പോൾ 5 മണി കഴിഞ്ഞ്, അല്ല 6 മണി. ഇനിയിപ്പോൾ നമ്മൾ ഇന്നത്തെ സ്റ്റോപ്പ് എറണാകുളമാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തുമ്പോൾ മിക്കവാറും നാളെ രാവിലെ ആവാൻ സാധ്യതയുണ്ട്. എന്തായാലും നമ്മൾ ഇറങ്ങി വെച്ചത് മുന്നോട്ടേക്ക് തന്നെ അല്ലേ. അജു വിട്ടെങ്കിൽ രാവിലെ വിട്ടെങ്കിൽ അവള് ഉച്ചയാന്ന് എത്താൻ. അപ്പോൾ നമ്മളുടെ നമ്മൾ ഏകദേശം ഇപ്പം വിട്ട് കഴിഞ്ഞാൽ നാളെ രാവിലെ വിട്ടെങ്കിൽ തന്നെ 10 മണിക്കൂർ എങ്ങനെ എടുക്കുമെന്നാണ് കാണിക്കുന്നത്. നമ്മളെ വണ്ടിയിൽ ഇപ്പോൾ ചാർജ് 97% ഉണ്ട്. അടുത്തേക്ക് 308 റേറ്റ് കാണിക്കുന്നു. ഒരു 250 നമുക്ക് സേഫിൽ പിടിക്കാം. അപ്പോൾ ആദ്യത്തെ ചാർജിങ് സ്റ്റേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ജിയോൻ്റെയാണ്. അത് കോഴിക്കോട് ഉണ്ടാവുമല്ലോ. കോഴിക്കോടുണ്ട് കാണിക്കുന്നുണ്ട്. ജിയോയിൽ നമുക്ക് 1000 യൂണിറ്റ് ഉണ്ടല്ലോ, അത് മാക്സിമം മുതലാക്കണം. ജിയോയിൽ എല്ലായിടത്തും ഉണ്ടാവും. ജിയോയിൽ ഏത് ജിയോയിൽ നമുക്ക് ഫ്രീ ആണ്. അല്ലേ കോഴിക്കോടുണ്ടോ? കോഴിക്കോടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഒരെല്ലാം കൂട്ടാൻ വേണ്ടി ഇപ്പോൾ നേരെ വിടാല്ലേ. ഓക്കെ, അപ്പോൾ ഓക്കെ ഗൈസ്, ചെമ്പരിക്കെത്തി കാണാം. ഗൈസ്, അങ്ങനെ ഒരു ലോഡ് സാധനങ്ങൾ കയറ്റാനുണ്ട്. ഇനി നമ്മൾ രണ്ടാളത് ആകെ ഇച്ചിരി ഉള്ളൂ, കമ്പ്യൂട്ടറിന് മുകളിലൊക്കെ അല്ല. ഇതെന്തെല്ലാം ഉള്ള എന്തുള്ള തേങ്ങ, ചക്ക, പിന്നെ വേറെന്ത് ഇലയുടെ ചൂടാനുള്ളതാ. പിന്നെ ഇതിൽ ഉമ്മാൻ്റെ ഡ്രസ്സ് ഇത്ര തന്നെയാ. ഓക്കെ, വേറെന്തിന് വെക്കാനുള്ള അത് ജസ്റ്റ് ഒന്ന് കെട്ടിട്ടെ. ഭയങ്കര കാര്യമായി കെട്ടിട്ട് ഇരുന്നോ. എന്നെങ്കിൽ ഇതിൻ്റെ മുകളിൽ അത് വെച്ചെങ്കിലും തൊയിലാലോ. ആ ബാഗ് എടുക്ക. അവനെന്തില്ലാലോ, വിടാ കയറിക്കോ. ഗൈസ്, അങ്ങനെ നമ്മളിപ്പോൾ കൊച്ചിയിലേക്ക് പോവാണ്. ഇനി കൊച്ചിയിൽ എത്തിയിട്ട് കാണാം. നമ്മളിപ്പോൾ കവർ ചെയ്യുന്ന ജില്ല കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, പിന്നെ തൃശ്ശൂർ, എറണാകുളം, ഇങ്ങനെയാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാലക്കാട്, പിന്നെ അതിൻ്റെ അപ്പുറമുള്ള ജില്ലകൾ പത്തനംതിട്ട, കോട്ടയം, കൊല്ലം, തിരുവനന്തപുരം ഇവിടെല്ലാം പോകണമെന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്ഥലങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. നമ്മളങ്ങനെ പയ്യന്നൂർ എത്തിയിട്ടുണ്ട്. പയ്യന്നൂർ പെൻഡിൽ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് രാത്രിയത്തെ ഫുഡും ചായയെല്ലാം ഇവിടുന്ന് തന്നെ കഴിക്കാം. എന്ത് വേണ്ട ഉമ്മ? എന്ത് കഴിക്കുന്നത്? എനിക്കെന്ത് വേണ്ട? നീ എന്താ കഴിക്കുന്നത്? ഫുഡ് ഇപ്പോഴേ കഴിക്കുന്ന? ചായ മാത്രം. ഇവിടെ നല്ല ഫുഡ് കിട്ടും. 8 മണിയായില്ലേ?
ഇനിയിപ്പോൾ നെക്സ്റ്റ് കോഴിക്കോട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ബാത്റൂമിലേക്ക് പോവാം. ഫുഡ് കഴിക്കുന്നതോടൊപ്പം നല്ല റീഫ്രഷ് എല്ലാം ആവാം. ബാത്റൂമും എല്ലാം നല്ല സൗകര്യമാണ്. പാത്തു ഒരു കിതാബ് കൊണ്ട് തന്നെയാണ് ഈ നോക്കിയിട്ട് പറയാൻ വേണ്ടിയിട്ട്. ഫുള്ള് പഠിക്കട്ടോ, എന്ത് പറയുന്ന ഫുള്ള് ഫുഡ് തന്നെ കഴിക്കുന്ന. ഉമ്മാൻ്റെ ലൈറ്റ് ചായ എങ്ങനെയുണ്ട് ഉമ്മ? ചായ പ്രശ്നമില്ല, നീ കുടിച്ചതല്ലേ. ചായ നല്ലുണ്ട്. നമ്മളിതെല്ലാം ഭയങ്കര സ്ട്രോങ് ആയിപ്പോയി. റേറ്റ് പറയണേ. അതെ അതെ. ഇവിടുത്തെ ആംബിയൻസ് എല്ലാം എങ്ങനെയുണ്ട്? നല്ലുണ്ടല്ലേ ഗൈസ്. പയ്യന്നൂർ പെൻഡിലിയം പണ്ട് മുതലേ വരുത്തുന്നുണ്ട്. ആംബിയൻസ് എല്ലാം അടിപൊളിയാണ്. അപ്പോൾ ഈ ഭാഗത്തേക്ക് ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. എല്ലാ സമയത്തും എനിക്ക് തോന്നുന്നു ഒരു രാവിലെ 11 മണി മുതൽ ഇത് ഉണ്ടാകലുണ്ട്. പിന്നെ ചായ എല്ലാം ടോപ്പാണ് എടുത്തത്. അതിനിപ്പോൾ നമ്മൾ പറഞ്ഞത് ലൈറ്റായിട്ട് കഴിക്കുന്നതുകൊണ്ട് വെജ് കുറുമയും പിന്നെ വെള്ളപ്പവും റൊട്ടിയും ഇതെല്ലാം പറഞ്ഞിട്ടുള്ളത്. ഹെവി ഫുഡ് കഴിച്ചെങ്കിൽ അതെ അതെ, ഹെവി ഫുഡ് കഴിക്കുമ്പോൾ കുറച്ച് ഹെവി ആണ്ട് അറിഞ്ഞിട്ട്. പക്ഷെ ഇവിടുത്തെ ഫുഡെല്ലാം കാണുമ്പോൾ അറിയാണ്ട് ഓർഡർ ആക്കി പോകുന്നൊരു സംശയമുണ്ട്. ഇല്ല, നമുക്ക് സംശയമില്ല. ഓർഡർ ആക്കിയില്ല അല്ലേ? ഓക്കെ, അതായത് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വരട്ടെ. ഗൈസ്, അപ്പോൾ നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ച് ഇനിയിപ്പോൾ നേരെ കോഴിക്കോടേക്ക് ഇറങ്ങുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? ഫുഡ് അടിപൊളിയാണ്. ഫസ്റ്റ് എന്തിപ്പോൾ ഉണ്ടായ ഫുഡ് അല്ല കറി വെജും കുറുമിയും അതേപോലെ തന്നെ മിക്സ് ആയിട്ടുള്ളതും ചപ്പാത്തി. നമ്മൾ വെജാണ് രാത്രി പ്രിഫർ ചെയ്ത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇനിയിപ്പോൾ നേരെ കോഴിക്കോടേക്കാണ്. അപ്പോൾ ഇന്നത്തെ യാത്രാ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. കോഴിക്കോട് എത്തിയിട്ട് അതെ, ആദ്യത്തെ ജില്ല കണ്ണൂരേക്ക് എത്തി. ഇതിനടുത്തത് കോഴിക്കോട്. അപ്പോൾ അതൊക്കെ നാളത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് വ്ളോഗിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.